രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമുയർത്തിയ കൊടുങ്കാറ്റ് അത് കോൺഗ്രസിനെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന സാഹചര്യമാണുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി പ്രാഥമിക അംഗത്വം കോൺഗ്രസിൽ ഇല്ലാതാക്കി. പക്ഷേ MLA ആയി തുടരുന്ന സാഹചര്യമുണ്ട്. അവിടെയാണ് കോൺഗ്രസിന് എതിരെ BJPയും CPIഎമ്മും വലിയ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയത്. ആ പ്രതിഷേധങ്ങൾക്ക് മറുപടി നൽകുകയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അത് മുന്നറിയിപ്പിന്റെ ഭാഷയിൽ കൂടിയായിരുന്നു എന്നതാണ് ആ വാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഇന്ന് കന്റോൺമെന്റ് ഹൗസിലേക്ക് കാളയുമായി പ്രകടനം നടത്തിയ BJPക്കാർ അതേ കാളയെ BJPയുടെ ഓഫീസിൽ തന്നെ സൂക്ഷിക്കണം. വരും ദിവസങ്ങളിൽ തനിക്ക് ഈ കാളയെ ഉപയോഗിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വസതിയിലേക്ക് വരേണ്ടി വരും എന്ന് പറഞ്ഞു വെക്കുന്നു. CPIM അധികം കളിക്കേണ്ട എന്ന് അദ്ദേഹം പറയുന്നു. ഇതിനേക്കാൾ വലിയ ആരോപണങ്ങൾ വരാനിരിക്കുന്നു എന്ന് പറയുന്നു. ഒരേ സമയം BJPയെയും CPIഎമ്മിനെയും കടന്നാക്രമിക്കുമ്പോൾ എന്താണ് വരാനിരിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നില്ല. ഇപ്പോൾ കിരൺ ആണ് ചേരുന്നത്. കിരൺ, വരാനിരിക്കുന്നത് ചില ബോംബുകളാണ് എന്ന സൂചന നൽകുന്നുണ്ട്. ഇപ്പോൾ കണ്ടതിനേക്കാൾ വലുത് എന്ന സൂചന കൂടിയാണ് പ്രതിപക്ഷ നേതാവ് നൽകുന്നത്. അതിനർത്ഥം സമാന സ്വഭാവമുള്ള സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ തന്നെ പുറത്തു വരാനിരിക്കുന്നു. അത് CPIഎമ്മിൽ നിന്നും BJPയിൽ നിന്നും എന്നല്ലേ സതീശൻ പറഞ്ഞു വെക്കുന്നത്? അഭിലാഷ്, അത്യസാധാരണമായ ഒരു വെല്ലുവിളിയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തിയിരിക്കുന്നത്. BJPക്കും CPIഎമ്മിനും നേരെയാണ് വെല്ലുവിളി. പ്രധാന വെല്ലുവിളി BJPക്ക് നേരെയാണ്. കഴിഞ്ഞ ദിവസം BJP പ്രവർത്തകർ VD സതീശന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിലേക്ക് ഒരു കാളയുമായി മാർച്ച് നടത്തിയിരുന്നു. ആ കാളയെ BJP ഓഫീസിന്റെ മുന്നിൽ തന്നെ കെട്ടിയിടണം. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ കാളയുമായി രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് പോകേണ്ടി വരും എന്ന് BJPയോട് ആവർത്തിച്ചു പറയുകയാണ്. കേരളം ഞെട്ടുന്ന വാർത്തയാവും അത് എന്നുകൂടി VD സതീശൻ പറയുന്നുണ്ട്. അധികം കളിക്കണ്ട എന്ന് CPIഎമ്മിനോടും പറയുന്നു. CPIഎമ്മിന്റെ നിലവിലെ നേതാക്കൾക്കും MLAമാർക്കും സുപ്രധാന പദവികളിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രി ഓഫീസിലടക്കം സുപ്രധാന പദവികളിൽ ഇരിക്കുന്നവർക്ക് നേരെ ഉയർന്ന മുൻ ആരോപണങ്ങളും മന്ത്രിക്ക് നേരെ IAS ബന്ധപ്പെട്ട ആരോപണങ്ങൾ, അത്തരം ആരോപണങ്ങളെല്ലാം ഉയർത്തിയ ശേഷമാണ് ഇതിലും വലിയ വാർത്ത ഇനി വരാനുണ്ട്. അവർക്കും CPIഎമ്മിനും BJPക്കുമെതിരെ വലിയ വാർത്ത വരാനുണ്ട് എന്ന് പറയുമ്പോൾ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് തന്റെ വീട്ടിലേക്ക് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിലേക്ക് കാളയുമായി പ്രകടനം നടത്തിയ BJPക്കാരോട് ആ കാളയെ നിങ്ങൾ തിരിച്ചു കൊടുക്കരുത്, അത് BJP ഓഫീസിന്റെ മുന്നിൽ തന്നെ കെട്ടിയിടണം, ആ കാളയുമായി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് മാർച്ച് നടത്തേണ്ടി വരും എന്നുള്ളൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. BJPക്കോ രാജീവ് ചന്ദ്രശേഖരനോ എതിരെ സമാനമായ രീതിയിലേക്ക് വലിയ ലൈംഗിക ആരോപണം വരാനിരിക്കുന്നു എന്ന സൂചന തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നൽകുന്നത്. കേരളത്തിൽ പല പ്രതിപക്ഷ നേതാക്കളും മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ മറ്റുള്ളവർക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഒരു പ്രതിപക്ഷ കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾക്കെതിരെ നിങ്ങൾക്കെതിരെ വലിയ ആരോപണം വരും ദിവസങ്ങൾ വരും, അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്ന് വെല്ലുവിളിയുടെ സ്വരത്തിൽ സംസാരിക്കുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടാവും ആ തരത്തിലേക്ക് സംസാരിക്കുന്നത്. എന്തായാലും BJPക്ക് നേരെ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് നേരെ ആരാണ് എന്ന് വ്യക്തമാക്കുന്നില്ല. രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് കാളയുമായി പോകേണ്ടി വരും എന്നാണ് പറയുന്നത്. ഒന്നുകിൽ അത് രാജീവ് ചന്ദ്രശേഖരന് നേരെയാവും, അല്ലെങ്കിൽ BJPയിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നേരെയാവും. തന്റെ VD സതീശന്റെ വീട്ടിലേക്ക് വന്നത് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണത്തിന്റെ പേരിലാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ആകാം. അതിന് കൃത്യമായ ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ കൃത്യമായ ഒരു ഉത്തരം VD സതീശൻ നൽകിയില്ല. പക്ഷേ ഇപ്പോൾ വന്നതിലും വലിയ വാർത്തകൾ, ഞെട്ടാനിരിക്കുന്ന വാർത്തകൾ വരാനിരിക്കുന്നു എന്നാണ് VD സതീശൻ പറയുന്നത്. അതോടൊപ്പം തന്നെ CPIഎമ്മിനോടും പറയുന്നു, നിങ്ങൾ കരുതിയിരിക്കുക. ഇതുവരെ ഉണ്ടായ CPIഎമ്മിനെതിരെ കോൺഗ്രസ് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ ആരോപണങ്ങളും ആവർത്തിച്ച ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നേരെ ഉയർന്ന ആരോപണം, മന്ത്രിക്കു നേരെ ഉയർന്ന ആരോപണം, മറ്റ് CPIഎം നേതാക്കൾക്കു നേരെ ഉയർന്ന ആരോപണം, MLA M മുകേഷു നേരെ ഉയർന്ന ആരോപണം, അങ്ങനെ ആരോപണങ്ങളുടെ നിര ഒന്നൊന്നായുള്ള ആരോപണങ്ങളെല്ലാം നിരത്തിയ ശേഷമാണ് CPIഎം ഇതിലും വലിയ ചില വാർത്തകൾ വരാനിരിക്കുന്നു, അത് അധികം വൈകില്ല, അടുത്ത തെരഞ്ഞെടുപ്പ് വരെയൊന്നും പോകില്ല, അതിനു മുമ്പ് തന്നെ ആ വാർത്ത വരും എന്ന് VD സതീശൻ പറയുന്നത്. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ടാണ് VD സതീശൻ ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തുന്നത്. സ്വാഭാവികമായും ഈ വെല്ലുവിളിക്ക് ഉത്തരം പറയേണ്ട ബാധ്യത വരും ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു വാർത്ത വന്നില്ലെങ്കിൽ, ഇങ്ങനെ ഒരു വിഷയം പുറത്തു വന്നില്ലെങ്കിൽ VD സതീശന് കൂടി ഉണ്ടാവും. എന്തായാലും ആ മട്ടിൽ തന്നെയാണ്, അത്രത്തോളം ആത്മവിശ്വാസത്തോടുകൂടിയും ഉറപ്പോടും കൂടിയാണ് കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളെ CPIഎമ്മിനെ അതോടൊപ്പം തന്നെ BJPയുടെ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ വെല്ലുവിളിക്കുന്നു. CPIഎമ്മിൽ ആർക്കെതിരെയാണ്? CPIഎം ഞെട്ടും, CPIഎം കരുതിയിരിക്കുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അവിടെ ഏതെങ്കിലും ഒരു സൂചനയില്ല. മറ്റേത് BJPക്കെതിരെയാണോ, BJPയിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയാണോ, ഇനി രാജീവ് ചന്ദ്രശേഖരന് നേരെ തന്നെയാണോ ഈ ആരോപണം വരുന്നതെന്ന് വ്യക്തമാക്കുന്നില്ല. രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഇപ്പോൾ എന്തിനാണോ കാളയുമായി പ്രകടനം നടത്തിയത്, അത് എന്തിന്റെ പ്രതീകമാണ്? ഒരു കാളയെ കൊണ്ടുവന്ന് കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തുന്നതെന്ന് എല്ലാവർക്കും വ്യക്തമാണ്. ലൈംഗിക ആരോപണത്തിന്റെ വിഷയത്തിൽ
സാഹചര്യത്തിൽ തന്നെയാണ് കാളയെ കൊണ്ടുവന്ന് പ്രകടനം നടത്തിയത്. ആ കാളയെ BJPയുടെ ഓഫീസിന്റെ മുന്നിൽ തന്നെ നിങ്ങൾ കെട്ടിയിടണം, അത് തിരിച്ചു കൊടുക്കരുത്. ആ കാളയുമായി നിങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തേണ്ടി വരും എന്നാണ് VD സതീശൻ വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ പറഞ്ഞത്. യെസ്, ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം വരും ദിവസങ്ങളിൽ ഇത്തരം വിഷയങ്ങളിലേക്ക് തന്നെ കേന്ദ്രീകരിക്കേണ്ടി വരുമെന്ന സൂചനയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നൽകുന്നത്. പ്രതിപക്ഷ നേതാവ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള ഒരു പദവിയാണ്. ആ പദവിയിൽ നിന്നുകൊണ്ടാണ് VD സതീശൻ വരാനിരിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായും അത് അദ്ദേഹം വെറും വാക്കായി പാഴ്വാക്കായി പറയും എന്ന് നമുക്ക് കരുതാനാകില്ല.